ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ വളരെ തിരക്കിട്ട ജോലിയിൽ നമ്മുടെ കരിയറുമായിട്ട് നമ്മുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏത് പോയിന്റിലാണ് ഇത്തവണ മത്സരിക്കണം എന്നൊരു തീരുമാനം ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർക്ക് മത്സരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് 2 കാരണങ്ങളുണ്ട്. ഞാൻ ഈ ESI ഹോസ്പിറ്റലിൽ ചെയ്ത സേവന കാര്യങ്ങൾ അതൊന്നും, അതായത് ഞാൻ പറഞ്ഞില്ലേ 46% കൺസെഷന് 12 കൊല്ലം ഈ സ്ഥാപനത്തിൽ നടത്തിയ ഒരാളാണ് ഞാൻ. രണ്ടാമത്തത് ഹരിയാനയിലെ 4 സിവിൽ ഹോസ്പിറ്റലുകൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ 50,000 രൂപയ്ക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ സർക്കാരിൻ്റെ ഒരു ഏരിയ, ഞാൻ ഹോസ്പിറ്റലിനകത്തുള്ള ഏരിയ അവർ തരുന്നത്, അത് മാത്രമാണ് അവർ തരുന്നത്. അവിടുത്തെ മെഷീനറി, ഡോക്ടർമാർ എല്ലാം ഞാനാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷങ്ങളിലും ഏകദേശം 6,000 മുതൽ 7,000 പേർക്ക് ചെയ്യുന്നത് വഴി കഴിഞ്ഞ 8 കൊല്ലങ്ങളായിട്ട് 50,000 പേർക്ക് 50,000 രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000 രൂപ പെർ പേഷ്യൻറ്റിന് സേവ് ചെയ്ത് 260ഓളം കോടി രൂപ ഹരിയാനയിലെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഈ സ്കീം ഞാനവിടെ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ ഈ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടും നമ്മൾ, എൻ്റെ വൈഫ് സേവാഭാരതിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്, ഞാനതിൻ്റെ രക്ഷാധികാരിയാണ്. അപ്പം നമ്മൾ സേവാഭാരതി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഞങ്ങളതിൻ്റെ ഭാഗമായിരുന്ന ഫലമായിട്ട് നമ്മൾ ഈ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വഴി നിന്ന് പോകുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക, സേവന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സേവന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്താലും, ഞങ്ങൾ മുമ്പ് ചെയ്ത സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതി വഴിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായി അതിൻ്റെ എൻഡ് യൂസറെ കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ പറ്റിക്കപ്പെടുകയാവാം. ഇതൊന്നും ഉണ്ടാവാതെ കൃത്യമായി സേവനം ചെയ്യാൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരന് പറ്റും. പക്ഷേ അവിടെ രാഷ്ട്രീയം തൊഴിലാക്കിയെടുത്ത് അതൊരു വരുമാന മാർഗമാക്കിയാൽ പറ്റില്ല.